മമതയെ സ്വന്തം തട്ടകത്തിൽ ചെന്ന് പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അവിടെ വന്നു നിന്നിരുന്ന അമിത്ഷാ പറഞ്ഞിരുന്നത്. സുവേന്ദു അത് തന്നെയാണ് ചെയ്തതും. കാരണം ഭവാനിപൂരിൽ ചെന്ന് നിന്ന് മമതയുടെ സ്വന്തം തട്ടകത്തിൽ ചെന്ന് നിന്ന് മത്സരിച്ച് പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ മമതാ ബാനർജിയുടെ സ്ഥാനഭ്രഷ്ടാക്കുക എന്നുള്ളത് മാത്രമാണോ അവിടെ നടന്നത്? മമതാ ബാനർജി ചിത്രത്തിലേ ഇല്ലാത്ത രീതിയിൽ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പല സുപ്രധാന പ്രഖ്യാപനങ്ങളും വാർത്തകളും ഒക്കെ ബംഗാളിൽ നിന്നും വരുന്നുണ്ട്. മമതയുടെ സ്ഥാനഭ്രഷ്ടാക്കപ്പെട്ടതിന് എന്താണ് ഇത്രയധികം ഒരു വാർത്താ പ്രാധാന്യം എന്നുള്ളത് നോക്കുമ്പോഴാണ് മമതയുടെ പരാജയം എത്രത്തോളം കനത്തതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബൂത്ത് തിരിച്ചിട്ടുള്ള ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഭവാനിപൂരിൽ സുവേന്ദു അധികാരിയുടെ വിജയത്തിന്റെ തോത് അത്രയ്ക്കും മേലെയാണ് എന്നുള്ളതാണ്. മണ്ഡലത്തിലെ 267 ബൂത്തുകളിൽ 207 എണ്ണത്തിലും മുന്നിൽ നിന്നിരുന്നത് സുവേന്ദു ആയിരുന്നു. കാളിഘട്ടിലെ അവരുടെ വസതി സ്ഥിതി ചെയ്യുന്ന വാർഡ് നമ്പർ 73 പോലും മമതയ്ക്ക് പരാജയമുണ്ടായി. സ്വന്തം വാർഡാണ്. ഈ വാർഡിലാണ്, ഈ വീടിരിക്കുന്ന ഭാഗത്തു കൂടിയാണ് മമത ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഇരുന്നിട്ടുള്ളത്. അപ്പൊ മമതയ്ക്ക് ശേഷം വേറെ ആരും അങ്ങോട്ട് പോകാനും പാടില്ല, വരാനും പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഒരു വിഭാഗം പറയും മമതയ്ക്ക് ആ വഴിയിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വരുന്നു, രാത്രിയിലാണ് പോകുന്നത്. അതേ, രാത്രിയിലാണ് പോകുന്നത്. കനത്ത ബന്ദോബസ്ത് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും സുഖമായിട്ട് രാത്രിയിൽ ഇറങ്ങി പോകാം, നടക്കാം, തിരിച്ചു വരാം. ഇതെല്ലാം സംഭവിക്കും. മമതയുടെ ബൂത്തിൽ അല്ലെങ്കിൽ മമതയുടെ വാർഡിൽ അല്ലെങ്കിൽ മമതയുടെ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സ്വന്തമായി അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയിരിക്കുന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ മമതയുടെ TMC ഗുണ്ടയുടെ ഭീഷണി ഉണ്ടാകാതിരുന്നിട്ടുണ്ടോ? അപ്പൊ ആ ഭീഷണിയെല്ലാം ഇത്രയും നാളെ അവിടുത്തെ ജനജീവിതത്തെ ബാധിച്ചിരുന്നു എന്നുള്ളത് കൂടിയല്ലേ മനസ്സിലാക്കുന്നത് ഈ പരാജയത്തിലൂടെ. നോക്കുക, മമതാ ബാനർജിയുടെ കാളിഘട്ട് വസതിയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെയുള്ള കാന്തിയിൽ താമസിക്കുന്ന സുവേന്ദു അധികാരി തെക്കൻ കൊൽക്കട്ട നിയോജക മണ്ഡലത്തിൽ യാതൊരു തരത്തിലുമുള്ള മുൻകാല രാഷ്ട്രീയപരമായിട്ടുള്ള അടിത്തറയോ സംഘടനാ സാന്നിധ്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. BJPക്ക് അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട് എങ്കിൽ പോലും എത്രത്തോളം തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. CPM ഉണ്ടായിരുന്നു. CPMന്റെ കിരാത ഭരണം കഴിഞ്ഞപ്പോ അതിനെ മുതലെടുത്തുകൊണ്ടാണ് മമതയുടെ ഭരണത്തിൽ വരുന്നത്. 15 വർഷം ഭരിച്ചു. പക്ഷെ 15 വർഷം അവിടെ എന്തുണ്ടായി എന്നുള്ളത് അവിടുത്തുകാരോട് തന്നെ ചോദിക്കണം. സ്വസ്ഥമായിട്ട് വോട്ട് ചെയ്യാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട്. ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ടണൽ. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാർത്ത കിട്ടും. ബംഗ്ലാദേശിലേക്ക് ടണൽ വെച്ചിട്ടുണ്ട്. എന്തിനാണ്? അവിടെയുള്ളവരെയൊക്കെ ഇങ്ങോട്ടേക്ക് നിർബാധം കൊണ്ടുവരാൻ. എന്നിട്ട് അവർക്ക് വോട്ടേഴ്സ് ID, ആധാർ വന്നപ്പോൾ ആധാർ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ഒരു വിങ്ങിനെ നിലനിർത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഇക്കണ്ട കാലം മുഴുവൻ മമത ഭരിച്ചിരുന്നത്. പക്ഷെ ജനത്തിന് മടുത്തു. ഇനിയിപ്പോ BJP അവിടെ ഭരിക്കുന്നുണ്ട്. BJPയുടെ ഭരണം ജനങ്ങൾക്ക് മടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ വോട്ട് കുത്തുക ആർക്കായിരിക്കും? മറ്റൊരു പ്രസ്ഥാനത്തിനായിരിക്കും. അവർ നയിക്കട്ടെ, ഞങ്ങൾക്ക് മടുത്തു, ഇവരെ കൊണ്ട് മടുത്തു എന്നുള്ളതായിരിക്കും പറയാനുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള അതായത് ഒരു 50 വോട്ടുകൾ പോലും നേടാൻ കഴിയാത്ത നിരവധി വോട്ടുകൾ ഭവാനിപൂരിൽ ഉണ്ട് എന്നുള്ളതാണ്. മമതയ്ക്ക് 15 വർഷം ബംഗാൾ ഭരിച്ച ഒരു രാഷ്ട്രീയ നേതാവിന്, അവരുടെ മുഖ്യമന്ത്രിക്ക് 50 വോട്ടുകൾ പോലും കിട്ടാത്ത ബൂത്തുകളുണ്ട്. ഭവാനിപൂരിലെ ഓരോ ബൂത്തിലും ഏതാണ്ട് 400 മുതൽ 700 വരെ വോട്ടർമാരുണ്ട്. എന്നാൽ പോലും 14ാം നമ്പർ ബൂത്തിൽ മമതാ ബാനർജിക്ക് 43 വോട്ട് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. 16ാം നമ്പർ ബൂത്ത് 42 വോട്ട്, 20ാം നമ്പർ ബൂത്ത് 41, 24ാം നമ്പർ ബൂത്തിൽ 45, 77ാം നമ്പർ ബൂത്തിൽ 40, 89ാം നമ്പർ ബൂത്തിൽ 41, 105ാം നമ്പർ ബൂത്തിൽ 31 വോട്ടുകൾ. ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്ന എത്രത്തോളം കാലിടറിപ്പോയിട്ടുണ്ട് എന്ന് അടിവരയിടുന്നതാണ്. ആകെ തുക നോക്കുമ്പോൾ കുഴപ്പമില്ല, മമതയ്ക്ക് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ഒരു ജയം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും
മമതയെ എന്തുകൊണ്ട് ഈ പരാജയത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ളത് അവരുടെ മണ്ഡലത്തിലെ ഈ വോട്ട് ചോർച്ച തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പം അവിടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരികയാണ് സുവേന്ദു അധികാരി. അതിന്റെ ഭാഗമായിട്ട് തന്നെ ബായ്പോർ നികുതി എന്ന് പറയുന്ന നികുതി ഉണ്ടായിരുന്നു. ആ നികുതി ഇനി അങ്ങോട്ട് ഇല്ല എന്ന് വെച്ചു. ഇനി അത് വേണ്ട. അതായത് മരുമകൻ നികുതി എന്നാണ് അതിന്റെ മലയാളം. അപ്പൊ മരുമകൻ അഭിഷേക് ബാനർജിയാണ്. അപ്പൊ അഭിഷേക് ബാനർജിക്ക് വേണ്ടിയിട്ട് ഒരു നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊക്കെ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ളതല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? മമതയെ സംബന്ധിച്ച് കുടുംബമില്ല, പ്രാരാബ്ദമില്ല, അതുകൊണ്ട് മമതയ്ക്ക് സ്വന്തക്കാരെ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതല്ല. മമത അധികാരമോഹിയാണ് എന്നുള്ളതിന്റെ തെളിവാണ്. മമതയിൽ നിന്ന് ബംഗാളിന്റെ ഭരണം അഭിഷേക് ബാനർജിയിലേക്ക് കൈമാറാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. അതിനാണ് BJPയുടെ വളർച്ചയോടുകൂടി അവിടെ വളർച്ച ഇല്ലാതെയായി പോയത്. ഇതിനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ പ്രതിരോധിക്കാനാണ് മമത ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് SIR വന്നപ്പോഴൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് മമത വന്നത്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ പോയി. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു, രാജ്യം ഒരു കാര്യം നടപ്പാക്കുമ്പോൾ അത് ഈ സംസ്ഥാനത്തിന് മാത്രമായിട്ട് നടപ്പിലാക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഒരു കാര്യം ചെയ്യും മമതേ, ഞങ്ങള് ജുഡീഷ്യൽ ആളുകളെ വെച്ചു തരാം, അവരുടെ മേൽനോട്ടത്തിൽ നടത്തട്ടെ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇത് കേട്ടതോടുകൂടി പഞ്ചപുച്ഛമടക്കി മൂപ്പിലാത്തി ഇങ്ങോട്ടേക്ക് പോകുന്നു. പിന്നീട് ഇവിടെ നിന്ന് നിരന്തരമായിട്ട് BJPക്കെതിരെ പറഞ്ഞുകൊണ്ട് BJPയെ പ്രതിരോധിക്കണം, പ്രതിപക്ഷമില്ലാതെ വളരുന്ന ഏതൊരു പാർട്ടിയെയും നമുക്ക് ഭീഷണി തന്നെയാണ്. കൃത്യമായിട്ടൊരു പ്രതിപക്ഷം ഒരു രാജ്യത്ത് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതിന് പോലും കഴിവില്ലാത്ത പാർട്ടിയായിട്ട് നമ്മുടെ രാജ്യത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നു എന്നുള്ളത് പറയുമ്പോഴാണ് നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ചിന്ത വരേണ്ടത്. അല്ലാതെ BJP ചെയ്യുന്നതിനെ മുഴുവനും നമുക്ക് ന്യായീകരിക്കാനും പറ്റില്ല. BJP ചെയ്യുന്നതിൽ ചൂണ്ടിക്കാണിക്കാൻ, വസ്തുതകൾ പ്രകാരം ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയണം. മമതയ്ക്കും അത് കഴിഞ്ഞിട്ടില്ല. മമതയ്ക്ക് എതിരെ എന്തുകൊണ്ട് ജനം വോട്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ? സുവേന്ദു വന്നതിന് ശേഷം 120 ഏക്കറാണ് ബംഗാളിൽ നിന്ന് ചിക്കൻ നെക്ക് ഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ളത്, BSFന് നൽകിയിട്ടുള്ളത്. അവിടെ വേലി വരികയാണ്, ഫെൻസിങ് വരികയാണ്. ഇത്രയും നാളും അതിലൂടെ നിർബാധം ബംഗ്ലാദേശികളെല്ലാം വന്നുകൊണ്ടിരുന്നു. എന്തിനാണ് ബംഗ്ലാദേശികളെ ഇത്രത്തോളം സംരക്ഷിച്ചുകൊണ്ടിരുന്നത്? അതിനുള്ള മറുപടി മമത തരണ്ടേ? മമതയുടെ വോട്ട് ബാങ്ക് അവരായിരുന്നു. നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇപ്പോൾ തന്നെ നോക്കൂ, ഈ ബംഗ്ലാദേശികൾക്കെതിരെ അടുത്ത നടപടിയുമായിട്ട് വന്നിട്ടുണ്ട്. ഈ വിജയമുണ്ട്, ഈ വിജയത്തിന്റെ എല്ലാ പ്രഭയും അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും സുവേന്ദുവിന്റെ രീതി, അല്ലെങ്കിൽ ഒരു സർക്കാർ ചെയ്യേണ്ട രീതികൾ, കാര്യങ്ങളെല്ലാം അവിടെ നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ പുതിയൊരു മുദ്രാവാക്യം ഉയർന്നു വന്നിട്ടുണ്ട്: ഡിക്റ്റേറ്റ്, ഡിലീറ്റ്, ഡീപോർട്ട്. കണ്ടെത്തുക, ഇല്ലാതാക്കുക, നാടുകടത്തുക. ആരെയാണ്? അത് ബംഗ്ലാദേശികളെയാണ്, അവിടത്തുകാരെയല്ല. അവിടത്തുകാരെ ഒരിക്കലും അവിടെ നിന്ന് മാറ്റാനായിട്ട് അവിടെ സർക്കാർ തീരുമാനിച്ചിട്ടേയില്ല. ബംഗ്ലാദേശികൾക്ക് ഇനി പച്ചവെള്ളം പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാണ്. പെട്ടിയും കിടക്കയൊക്കെ എടുത്തുകൊണ്ട് ബംഗ്ലാദേശികൾ പോവുകയാണ്. കാരണം വന്നത് BJP സർക്കാർ കൂടിയാണ്. വിജയം മമതയ്ക്കില്ല. അപ്പോ അനധികൃതമായിട്ട് അവിടെ പാർത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി. നോക്കൂ, ബംഗാളിൽ മമതയുടെ തോൽവിക്ക് ശേഷം ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകുന്നു. നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന രാജ്യത്ത്, അവിടുത്തെ ഒരു സംസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി തോൽക്കുന്നു. ആ രാഷ്ട്രീയ പാർട്ടി തോൽക്കുമ്പോൾ എന്തിനാണ് പണ്ടേ നമ്മുടെ കയ്യിൽ നിന്ന് ഉള്ളതും വാങ്ങിക്കൊണ്ട് പോയ, നമുക്ക് താല്പര്യമില്ലാതിരുന്നിട്ട് പോലും അല്ലെ, ആ ഒരു രാജ്യം ഉണ്ടായി വരാനായിട്ട് ഇന്ത്യയാണ് മുൻകൈ എടുത്തതും. ഇന്ത്യയുടെ സഹായത്തോടു കൂടിയാണ് ആ രാജ്യം ഉണ്ടായി വരുന്നത് പോലും. എന്നിട്ട് ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ രാജ്യത്ത് നിന്ന് നുഴഞ്ഞു കയറി വരുന്നവരുമായിട്ട് എത്രത്തോളം വലിയ ശക്തമായിട്ടുള്ള ഒരു ബന്ധം ഈ ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ നയിക്കുന്ന ആ രാജ്യത്തുള്ളവരുമായിട്ട് എന്താണ് ഈ മുഖ്യമന്ത്രിക്ക് ഇത്ര ബന്ധം? അപ്പോ സുവേന്ദുവിന്റെ വഴി
നേരെയുള്ള വഴി തന്നെയാണ്. അത് മമതയ്ക്ക് കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മമതയ്ക്കും സംഘത്തിനുമൊക്കെ ഇത്രത്തോളം എന്താ പറയാ ഒരു ചൊറിച്ചിൽ ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ. അപ്പോൾ നേരെ തന്നെ ഭരണം നടക്കട്ടെ. മമതയ്ക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. തിരിച്ചുവരവിനുള്ള പണികൾ മുഴുവനും മമത നടത്തുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ രാജ്യത്തിന്റെ സുരക്ഷ അത് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ഡിക്റ്റേറ്റ് ഡിലീറ്റ് ഡീപോർട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് സുവേന്ദു പോകുന്നതും ബാക്കിയുള്ള ബംഗ്ലാദേശികളെ കൂടി നമ്മുടെ രാജ്യത്ത് നിന്ന് പടികടത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നതും.